ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം മക്കൾ ഡോണറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വലിയൊരു പാത്രം എടുക്കാം. അത് മാവ് കുഴയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 കപ്പ് മൈദ, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ. അത് ഈസ്റ്റ് ഇടുക. പിന്നെ ഒരു 4 ടീസ്പൂൺ ബട്ടർ, പിന്നെ ഒരു മുട്ട. അപ്പോൾ ഇത്രയും നമ്മൾ ഇട്ട് ആ മാവ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യനെ കൈ വെച്ച് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ച് കുഴയ്ക്കുന്ന സ്റ്റെപ്പാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാ ഭാഗത്താവുന്നവരെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് വേണം. അപ്പോൾ പാല് കുറച്ച് ആഡ് ചെയ്ത് നമുക്ക് കൈ വെച്ച് മാവ് കുഴച്ചെടുക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ മാവ് കുഴച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കൈവച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഏകദേശം ഒരു 2 മണിക്കൂറോളം അടച്ച് വെക്കണം കേട്ടോ, എന്നാലേ മാവൊക്കെ പൊങ്ങുള്ളൂ. അപ്പം 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ചപ്പാത്തിയുടെ പരത്തുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ കൈ വെച്ചൊന്ന് ആദ്യം ഒന്ന് പരത്തിയിട്ട് പിന്നെ നമ്മളുടെ ചപ്പാത്തിയുടെ വടി വെച്ചൊന്ന് പരത്തുക. അധികം തിന്നാവാനും പാടില്ല, തിക്കാവാനും പാടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഡോണറ്റ് കട്ടറുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ഡോണറ്റ് ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഡോണറ്റ് കട്ടർ ഇല്ലാത്തവർ നമ്മളുടെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നടുക്ക് നമുക്കൊരു കുപ്പിയുടെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്ത് ഇങ്ങനെ ഷേപ്പിലെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഡോണറ്റ് കട്ടർ വെച്ച് ചെയ്തു. എന്നിട്ട് ഇടയിൽ നിന്ന് ആ മാവൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ നമുക്കിങ്ങനെ ഡോണറ്റിൻ്റെ ഷേപ്പിൽ കിട്ടി, കണ്ടല്ലോ, ഇതുപോലെ. ഇനി നമുക്ക് അത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ച് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളുടെ ഡോണറ്റ്സ് വറുത്ത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ മൊരിയുന്നവരെ വറുത്തെടുക്കുക. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മളുടെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും വേണമെങ്കിൽ യൂസ് ചെയ്യാം. രണ്ടും വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് മെൽറ്റാക്കുക. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റാക്കുക. ഡബിൾ ബോയിലിംഗ് എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ ചോക്ലേറ്റ് വെച്ച് മെൽറ്റാക്കുക കേട്ടോ. മെൽറ്റാക്കിയതിന് ശേഷം നമ്മൾ ഓരോ ഡോണറ്റ്സും അതിൽ മുക്കി എടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ഡെക്കറേറ്റിംഗ് ഐറ്റംസൊക്കെ ഉണ്ട്. ഷുഗർ ബോൾസ് പല ടൈപ്പിലുണ്ട്, പല കളറിലും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഒന്ന് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ നല്ല മൾട്ടി കളറായിട്ടുള്ള ഷുഗർ ബോൾസ്, പിന്നെ ഇത് പേൾ പോലെ ടൈപ്പുള്ള ഷുഗർ ബോൾസാണ്. പിന്നെ ഉള്ളത് ഒരു ഗ്രീൻ കളറുണ്ട്, കണ്ടില്ല സൈഡിൽ കാണുന്ന ഗ്രീൻ കളറ്. പിന്നെ വയലറ്റും യെല്ലോ കോമ്പിനേഷൻ വരുന്ന കുറച്ച് ഷുഗർ ബോൾസ് കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ച് ഞാൻ ആ ഡോണറ്റ്സൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.